തിരുവിതാംകൂർ രാജാവിൻ്റെ അല്ലെന്ന്. വേറെ പുസ്തകത്തിൽ കൊച്ചി രാജാവോ? ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും നെടുക നടന്ന് കല്യാണത്തിന് വിളിച്ചു. പക്ഷേ സമയമായപ്പോൾ ഒറ്റൊരുത്തം വന്നില്ല. ഈ സമയമായപ്പം പറഞ്ഞ് അല്ലെ കല്യാണം എല്ലാം ഒരുക്കി വെച്ചിരിക്കുക മേശമേലെ, അല്ലെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം മേശ തീൻ മേശയിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. വിരുന്നുശാലയെല്ലാം ക്രമപ്പെട്ടു. നമ്മളെ ക്ഷണിച്ചവരെ ആരെയും കാണുന്നില്ല. അപ്പം രാജാവ് പറഞ്ഞു, ഇല്ല, ഓടിച്ചെന്നവരെ എല്ലാം വിളിച്ചോണ്ട് വരാം. ഭൃത്യന്മാരെ വിളിക്കാൻ ഓടിച്ചെന്നപ്പം ക്ഷണിച്ച് ഒറ്റൊരുത്തനും വരുന്നില്ല. എൻ്റെ ഭാഷയിൽ അങ്ങ് പറയാം, വെച്ചാ അല്ല ഇന്നാ കല്യാണമ്മ. പുള്ളി പറഞ്ഞ്, ഞാൻ ഈയിടെ ഇച്ചിരി വസ്തു എഴുതിച്ചു, അപ്പം അതിൻ്റെ ആധാരം നടത്തണം, വില്ലേജിൽ പോകണം, തന്നെയല്ല താലൂക്കിൽ പോകണം, വെണ്ടർ കുഞ്ഞുഞ്ഞിനെ കാണണം, പല വിഷയങ്ങളുണ്ട്, കരമടയ്ക്കണം, ആ വസ്തുവിന് വേലി കെട്ടണം. ഒരു ചെറിയ അതിര് തർക്കമുള്ള വസ്തുവാണ് അത്. ഞാൻ നിന്നെങ്കിലേ അത്. പുള്ളി വരുന്നില്ല. അപ്പോൾ ചോദിച്ചു, നമ്മളെ ലൂക്കാച്ചാനെ വിളിച്ചാന്നല്ലോ. ഇല്ല, പുള്ളി വരുമോന്ന് അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈയിടെ 2 കാളയെ മേടിച്ചു. ലക്ഷണമൊത്ത കാളയാണ്, അത് കിട്ടാനില്ലായിരുന്നു, പക്ഷെ നമുക്ക് നല്ല പരുവത്തിന് കിട്ടി. അപ്പം കാളയ്ക്ക് കുടുംബളിയും ഉണ്ടല്ലോ, എല്ലാം ക്രമപ്പെടുത്തണം, അതിൻ്റെ ക്രമീകരണങ്ങൾ. പുള്ളിയും വരുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അവൻ എല്ലാ കാര്യത്തിനും വരുന്നവനാണ്. അവനോട് പറഞ്ഞു, എന്നാ ഗ്ലാഡ്സൺ പാടാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ ഹണിമൂണിന് പോവാം. മൂന്നാറൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നേരെ അടിമാലി നേരെ മൂന്നാർ, മൊത്തം ഞങ്ങൾ കാന്തല്ലൂരും പോകാൻ ഇരിക്കുക. അപ്പം അവന് കല്യാണം. ചുരുക്കി പറഞ്ഞാൽ ക്ഷണിച്ചവരാരും സമയത്ത് അവിടെ ഒരു പദമുണ്ട്, ഒഴികഴിവ് പറഞ്ഞെന്ന. മറ്റവരെല്ലാം ഒഴികഴിവ് പറയുകയായിരുന്നു. സാറ് കൊടുത്തിരിക്കുന്ന ആ പ്രയോഗം ഇങ്ങനെ, ഒഴികഴിവ് ഓരോ താരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം മുടക്കുണ്ടു കാളകളാൽ അപരനു പാരം രാജാത്മജ വിരുന്നതിൻ വിവരം രാജാത്മജ വിരുന്നതിൻ വിവരം ഈ ഉപമയോ മകസാരം രാജാത്മജ വിരുന്നതിൻ വിവരം. എല്ലാവരും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇവിടെയാണെങ്കിൽ ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പൊ ചോദിച്ചൊരു രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, എടേ ക്ഷണിച്ചവരാരും ഇനി വരികയില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, സാധനം വേസ്റ്റ് ആകരുത്, ഒറ്റ പോംവഴിയുള്ള അണ്ട വഴിത്തലയ്ക്ക് കിടക്കുന്നവനെയെല്ലാം വിളിച്ചു. ഇവുത്തങ്ങളൊന്നും ഇനിയും വരികയല്ല, അതുകൊണ്ട് നമുക്ക് ഇനി അവുത്തങ്ങളെയെല്ലാം കൊണ്ടുവരാം. ആ ഇടവഴിയിലും മുക്കിനും മൂലയ്ക്കും ഒക്കെ മെനക്കെട്ട് നിൽക്കുന്നതും കണ്ണ് കാണാൻ പാടില്ലാത്തതും പൊട്ടും ഉണ്ടല്ലോ. ദാവീദിൻ്റെ കൂടെ വന്നവരെ പോലെ ഞെരുക്കമുള്ളവരും സന്തുഷ്ടിയില്ലാത്തവരും മുഴുവൻ കടവാ. കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോഴാണ് ദാവീദ് അവരെയെല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. കേട്ടവാതി ഭൃത്യന്മാർ 4 വശം ഓടി. അവിടെ ചെന്നപ്പോൾ ഒരുത്ത ഇടവഴി നിൽക്കുക, എന്നെ ഇവിടെ നിൽക്കുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയാതെ സൂക്ഷം കൊണ്ടിങ്ങോട്ട് കയറ്റി. അത് അന്തം വിട്ട് നിൽക്കുക. തെരുക്കളി ചെന്നപ്പം വേറെ 3-4 പേര് ചെറുപ്പക്കാരാ. എന്നെ ഞങ്ങളെ ആരും ഒന്നിനും വിളിക്കുന്നില്ല, ഒരു പണി ഇല്ല, എന്നാ ഓൾ നൈറ്റിന് വരാൻ പറഞ്ഞു. അവരും സ്തോത്രം വന്ന് കയറി, അകത്തോട്ട് കയറിക്കോളാൻ പറഞ്ഞു. അവരും അകത്ത് കയറി.
ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇവിടെ നിൽക്കുന്നവരെല്ലാം വിളിച്ചകത്തോട്ട് കയറി. സ്തോത്രം. ആ കൂടെയാ ഞാനും നിങ്ങളും കയറിയത്. എനിക്കും നിങ്ങൾക്കും യാതൊരു യോഗ്യതയുള്ളതല്ല. പറയാനുണ്ട്, നിങ്ങൾക്ക് വചനത്തിൽ അറിയാം, ഇതിനകത്ത് വരാനും ഈ രാജാവിൻ്റെ പന്തിഭോജനത്തിൽ ഇരിക്കാനും ഈ രാജാവിൻ്റെ ഭവനത്തിൽ വരാനും ആ കല്യാണത്തിനുള്ള ക്ഷണവും ഒന്നും നമുക്കുള്ളതല്ലായിരുന്നു, അത് യഹൂദനായിരുന്നു. മഹാരാജാവിൻ്റെ ആ പുത്രന്റെ കല്യാണത്തിനുള്ള ക്ഷണം യഹൂദനാണ്. പക്ഷേ സമയമായപ്പോൾ നാടൻ ഭാഷ ഞാൻ പറയാം, എല്ലാം കാലുവാരി. അന്നേരം കാവാലത്ത് കിടന്ന എന്നെ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് പോവാം. ആ കൂടെ ഭാഗ്യവശാൽ ഇതിൽ കയറുവാൻ നമുക്ക് ഭാഗ്യമുണ്ട്. സ്തോത്രം. നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നത് കൊണ്ടാ യേശു നമ്മെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. പണ്ടേ ഇന്നാൾ ഞാൻ പറഞ്ഞതാ, നമ്മുടെ ഒരച്ചായനൊരു സഭ മെമ്പർഷിപ്പിന് ചെന്നു. അപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്റർ പറഞ്ഞു, അച്ഛാ നിങ്ങളെ പോലുള്ളവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് തരികയല്ല. അതിനാ ഈ സഭ നല്ല ആൾക്കാർ മാത്രം മതി. നിങ്ങളെ പോലുള്ളവർ, പുള്ളിയൊരൽപ്പം ക്ഷിപ്രകോപിയും ചടയുന്നും മറുപടി പറഞ്ഞ കണ്ടാൽ നല്ല ഫിഗറാ, നല്ല ഒരു 5 അടി പൊക്കവും നല്ല വെള്ളയും നല്ല മിടുക്കനാണ്, നല്ല പ്രൗഢിയുള്ള ആളാണ്. പക്ഷെ പുള്ളി ചില കാര്യങ്ങളിലൊക്കെ കയറി കോർക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട അസിസ്റ്റൻ്റ് പറഞ്ഞത്, ഈ സഭ നല്ല ആൾക്കാർ മതി, അച്ചാനെ പോലുള്ളവർ വേണ്ട. അപ്പോൾ പുള്ളിയുടെ മറുപടിയാണ്, എടേ നല്ല ആൾക്കാരെല്ലാം കൂടെ കൂടുന്ന സഭയാണെങ്കിൽ നിൻ്റെ ആവശ്യമില്ലല്ലോ. സഭയ്ക്കകത്തുള്ളവരെല്ലാം നല്ല ആൾക്കാരാ, അപ്പോൾ പിന്നെ നിൻ്റെ ആവശ്യമോ എന്ന് പറഞ്ഞാൽ പുള്ളി വേറൊരു നാട്ടുകാരനായതുകൊണ്ട് എടേ പോടേ എന്നൊക്കെ വിളിക്കുള്ളൂ, ആ സൈഡാ. എടേ അപ്പം നിൻ്റെ ആവശ്യമില്ല. കാരണം നിൻ്റെ പണി എന്നാ? ഉപദേശിക്കുക. ഉപദേശിയാണല്ലോ നീ. അതെ, ഉപദേശിയുടെ പണി ഉപദേശിക്കുക. ഉപദേശിക്കുന്ന എന്തിനാ? ഉറക്കെ പറ, നന്നാകാൻ. അപ്പം എല്ലാവരും നല്ലവരാന്നെ പിന്നെ ഉപദേശി വേണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ യോഗ്യതയും ശ്രേഷ്ഠതയും നോക്കി അല്ല യേശു നമ്മെ തെരഞ്ഞെടുത്തത്. യാതൊരു യോഗ്യതയും യാതൊരു ശ്രേഷ്ഠതയും ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ കൂടെയുള്ളതാ. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുഖത്തിൽ ആശ്വാസമായി, യോഗത്തിൽ എൻ സൗഖ്യമായി. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെന്തുവാ സംഭവിച്ചെന്ന് പകൽ ഓർപ്പിച്ചല്ലോ. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല. അതാണ് യഹോവയാൽ സംഭവിച്ചത്. ആ കല്ല് കർത്താവാകുന്ന യേശു ക്രിസ്തുവാ. സ്തോത്രം. തള്ളിക്കളഞ്ഞതാ, അത് ദൈവം മൂലക്കല്ലാക്കി തീർത്തു. ഇതെഴുതിയത് ദാവീദ് തന്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തില. അപ്പോൾ തന്നെ പ്രവചനാത്മാവില്ല. തന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞതാ. ദാവീദിനെ ചേട്ടന്മാരെല്ലാം മിലിറ്ററിയിലായിരുന്നു. ഷമ്മ, ഏലിയാബ്, ശിമയി, ഇവരെല്ലാം പട്ടാളത്തിലാണ്. വേറൊരു ഭാഗത്ത് ദാവീദ് പാടി, എൻ്റെ അപ്പനും അമ്മയും എന്നെ, സ്തോത്രം, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാ. പക്ഷേ ദൈവം തന്നെ തിരഞ്ഞെടുത്തു. തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ കടന്നു വന്നു ദാവീദിന്റെ. നമ്മളെ രാവിലെ ചിന്തിച്ചല്ലോ, എല്ലാം വിവരിക്കുന്നില്ല. അവർ എന്നെ വളഞ്ഞു. അതെ, അവർ എന്നെ, അത് ദൈവത്താൽ സംഭവിച്ചതാ ഈ വളയുന്നത്. അവർ എന്നെ ബഹുവചനമാ. അപ്പൊ ഒരാളല്ല, പിന്നെയോ അല്ല, ഭൂതം പിടിച്ചവനും പറഞ്ഞല്ലേ ഞങ്ങൾ പലരായിരുന്നെന്ന്.
അപ്പൊ ശ്രദ്ധിക്കുക, അവർ എന്നെ പറഞ്ഞു. അതും യഹോവയാൽ സംഭവിച്ചതാ. ദൈവം അനുവദിക്കാതെ ആരും നിന്നെ വളയത്തില്ല. വളയുന്നുണ്ടേലും ഓർത്തോണം. അത് ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, നിന്നെ എല്ലാരും വളയുമ്പം അത് എന്തിനാന്ന് ചോദിച്ചാൽ നീ ഒന്ന് വളയാൻ വേണ്ടിയാ. അല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. എന്നെ ഇപ്പം വളയുന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുക, കാരണം ഞാനൊന്ന് വളയണം. എൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ല? ഇപ്പൊ ചെല്ലി ചിന്തിക്കുക, ആ സ്ഥലയിലും കുറച്ചുകൂടെ വളയാൻ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കും അറിയാം. ഇവരെല്ലാം കൂടെ വട്ടം കൂടി ദാവീദിനെ അങ്ങ് വളഞ്ഞു. അത് യഹോവയാൽ സംഭവിച്ചതാണ്. അപ്പൊ എൻ്റെ ചിന്ത, അങ്ങനെ വളയുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നെടുക്കം നിൽക്കുകയല്ലേ. ഞാൻ ആർക്കും കീഴ്പ്പെടുകയില്ല, എന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ല. എന്നെ പോലെ മിടുക്കൻ ആരുണ്ട്? സ്തോത്രം. ഞാനാണ് സർവത്തിൻ്റെയും അധികാരി. അന്നേരം താണ്ട വട്ടം നിന്ന് വളയുന്നു. വട്ടം നിന്ന് വളർന്നപ്പം മുട്ടയിലിരിക്കുന്നു. ഈ വളഞ്ഞാലേ മുഴങ്കാലയിൽ ഇരിക്കുവോളേ. ഇല്ല, നമ്മൾ പറഞ്ഞ് വെട്ടിയിട്ട വിണ്ടി പോലെ. നമ്മുടെ വടശ്ശേരിക്കല്ലേ യോജിച്ചൻ്റെ പിള്ളേരല്ലയോ പണ്ട് കാവാലത്ത് വന്നപ്പോൾ ഒരു പാട്ട് പാടി, ഗോലിയാത്തിനെ പറ്റി പറയാം. അതേ കിടക്കുന്ന ഗോലിയാത്തെന്ന്. ആ പാട്ടിൻ്റെ വരിയും മറന്നുപോയി. അതല്ല, താളം അതാന്നേലും. 5 കല്ലെടുത്ത് വന്നു പാഞ്ഞു മങ്ങ ആണ് കിടക്കുന്നത്. ഒറ്റ എണ്ണ കിടക്കുന്നു. ഞാന് കഴിഞ്ഞ ദിവസം മുറിക്കകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഷൂപാസ് ലീഡ് ചെയ്യുക, പ്രാർത്ഥന നടന്നുകൊണ്ടപ്പോൾ ഞാൻ ആ തിണ്ണയിലിരുന്നേ. ഇങ്ങോട്ട് ചാരി, നിങ്ങൾ ആത്മാവിൽ നിറയുക. ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തിന് മഹത്വം കരയേറ്റി വെച്ച് ഞാൻ ദൈവത്തോടാ പറഞ്ഞു, കർത്താവേ, നീ എന്നെ അടിച്ചതിന് നന്ദി. നീ എന്നെ അടിച്ച എന്തിനാന്ന് ചോദിച്ചാൽ അപ്പനാ അടിച്ചത്. അതിനാ മകനായതുകൊണ്ടാണ്. ഈ അടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആരെയും ഒന്നും പറയാൻ തുനിയുന്നില്ല. എനിക്ക് വലിയ താല്പര്യമല്ല. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ എന്നെ അടിച്ചതിന് നന്ദി. ഈ ദൈവത്തിൻ്റെ കൈ വീണാൽ നല്ലതാണ്. ദൈവത്തിൻ്റെ കൈ വീടുന്നതാണ് നല്ലത്. സ്തോത്രം. നീ എന്നെ അടിച്ചതിന് നന്ദി. തരുന്ന ബാലശിക്ഷയ്ക്കും നന്ദി. ബാലശിക്ഷ കിട്ടിയില്ലേ ഓർത്തോണം, കൗലിടയനാ. ബാലശിക്ഷ നൽകും എന്നപ്പനെങ്കിലും ചേലടും തൻ സ്നേഹം കുറഞ്ഞു പോകില്ല. തൻ കരം നൽകുമീശനിൽ എൻ മനം വിശ്രമം നേടിടൂ. നന്മയെ തൻ കരം സിയോൻ സഞ്ചാരി യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. പറയണം, അവിടുന്ന് അടിച്ചതിനായിട്ട് നന്ദി, അവിടുന്ന് തല്ലുന്നതിനായിട്ട് സ്തോത്രം. ഈ മക്കളെ വളർത്തുന്നവർക്കറിയാം, ഇപ്പൊ പിന്നെ പിള്ളേരെ ഒന്നും തല്ലാൻ പാടില്ലെന്നും തല്ലരുതെന്നും, തല്ലിയാൽ നിയമമൊക്കെ ചില രാജ്യങ്ങളിൽ കർക്കശമാണ്. ഇവിടെ അത്രയും കർക്കശമായിട്ടില്ല. എന്നാലും അതുകൊണ്ട് പിള്ളേരെ ഒന്നും തല്ലാൻ ഒക്കത്തില്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ പിള്ളേരെ തെറ്റ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ശിക്ഷിക്കും, നല്ല അടിയടിക്കും. ചിലപ്പോൾ അടിച്ചാൽ കാല് പൊട്ടും. അടിയെല്ലാം കഴിഞ്ഞ് കരച്ചിലും കൂവിച്ചേം കഴി ചില പിള്ളേർ എന്തെങ്കിലുമൊക്കെ അനാവശ്യമൊക്കെ പറയും. എന്നെ അല്ല തല്ലണ്ട, നിങ്ങളെ
അപ്പോൾ ഒന്നുകൂടെ കൊടുക്കും. കീറിക്കൊണ്ട് ഓടുന്ന കൂട്ടത്തിൽ പറഞ്ഞു ആ എന്നാലും ഒന്നുകൂടെ കൊടുക്കും. ചില പിള്ളേരെ എത്ര അടി കിട്ടിയാലും നിന്ന് മേടിക്കും. അപ്പം അപ്പനാന്നേലും അമ്മയാന്നേലും അത് കഴിഞ്ഞേ, നിങ്ങൾ എന്നേക്കാൾ പ്രായമുള്ളവരും പക്വത വന്നവരും ഇരുത്തം വന്നവരുമാ, കുറച്ച് കഴിഞ്ഞ് വന്ന് ആ കുഞ്ഞിനെ എടുത്തേച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തേച്ചു. ഉമ്മ കൊടുത്തേച്ചാൽ അമ്മ മോനെ അടിച്ചതിന് പണക്കമൊന്നും ഉണ്ടാകരുത്, ഇന്ന തെറ്റ് ചെയ്തത് കൊണ്ടാണ് അടിച്ചത്, പിണക്കം ഉണ്ടാകരുത്. കവളത്ത് 2 ഉമ്മയും അവനിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവന് ബുൾസൈ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കരുതോ. ബിസ്ക്കറ്റ് ആണെങ്കിൽ അതും കൊടുത്ത് തീർന്നു. സ്വർഗീയ പിതാവ് എന്നെയും നിങ്ങളെയും അടിക്കുമ്പോൾ മാത്രം പറഞ്ഞോണം, വേറെ ഒന്നും പറയരുത്. അടിച്ചതിന് നന്ദി, ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, ഇവിടെ ദാവീദ് 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇവരെല്ലാം കൂടെ ചേർന്ന് വളഞ്ഞു. ഒരാളല്ല, പലര് ചേർന്ന് സ്തോത്രം. ഒരാള് ആദ്യം ഇട്ടാൽ മതി, പിന്നെ എല്ലാവരും അങ്ങ്. പിന്നെ ഈ അടി നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഇങ്ങനെ ചില്ലെന്ന് നിൽക്കും, ആരാ അടിക്കേണ്ടെന്ന് നോക്കി. ആരും അടിക്കുകയല്ല, അങ്ങ് അടിക്കുമ്പോൾ ഒരുത്തൻ കയറി അടിക്കും, പിന്നെ പുറകെ വരുന്നവനല്ല. അത് അടിയുടെ ഒരു വശമാണ്. ആദ്യം ഒരുത്തൻ കൈ വെച്ചാൽ മതി. അപ്പോൾ ഒരുത്തൻ ശനിയാഴ്ച കൈ വെച്ചു, പിന്നെ അടി നടന്നുകൊണ്ടിരിക്കുക. വരുന്നവനെല്ലാം കയറി അടിക്കുക. അടിയെന്ന് പറഞ്ഞാൽ ചെറിയ അടിയല്ല, അടിച്ച് തെളിയുക. നല്ലതാണ്. സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം തിരുവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വാക്യം ഉടക്കി. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു. ഈ കൂട്ടയാടി കണ്ട് അതിങ്ങനെ ഇപ്പം കർത്താവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇടയിൽ അവൻ കയറി അടിക്കുന്നല്ലോ. അപ്പോൾ അവനെ നോക്കിയൊന്ന് ചെയ്തു. എന്നാലും ഇട ഇതുവരെ രംഗത്ത് വരാത്തവൻ അവനും കയറി. എവനേതാ? അവൻ പുതിയതായിട്ട് ഇറങ്ങിയതാ. അല്ല, അവനും കയറി അടിക്കുന്നു. അപ്പോൾ അവനെ നോക്കി കർത്താവ് ഒന്ന് ചിരിച്ചു. എന്നാലും ഇന്നലെ രാത്രി കണ്ട പുതിയൊരുത്തം വന്ന് അവനും അടിക്കുന്നെന്ന്. അവൻ മുറിക്കാതിരുന്ന അടി നടത്തുന്നത് അല്ല, അവനും അടിക്കുന്നു. അപ്പം കർത്താവ് അവിടെ വന്ന് അവനെ നോക്കി ചിരിക്കുന്നു. സ്തോത്രം. അവൻ വേറൊരുത്തം വരുന്നത് അടിക്കാൻ. അവൻ പറഞ്ഞ് അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളത്. അവന് അതുമായിട്ടാണ്. ചുരുക്കി പറഞ്ഞ കൂട്ട അടി നടക്കുക. കർത്താവ് നോക്കി, എനിക്ക് ചിരിയല്ല, ഞാൻ ദൈവത്തെ സ്തുതിക്കുക, നീ അടിക്കുന്നതിനായി സ്തോത്രം. ചുറ്റി വളയുക, വളഞ്ഞു എന്ന് അടിക്കുന്നത്. ചിലരെ പെരയ്ക്കാത്തിരുന്ന അടിക്കുന്നത്. പക്ഷെ അബദ്ധമായി പോയി. ഇത് വെളി വരുമെന്നറിഞ്ഞില്ല. അറയ്ക്കകത്ത് സംസാരിച്ചത് പോരമകളാണോ? മലയാളികളുള്ള മുഴുവൻ തലത്തും കേട്ട്. ഏത് കട്ടിലേക്കിടന്നോണ്ടായി പറഞ്ഞത്? ഏത് കസാരയിലിരുന്നോണ്ടാ പറഞ്ഞത്? സ്തോത്രം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പാസ്റ്റർ ആരാണ്ട് ഉന്നം വെച്ചില്ല. ഉന്നം വെച്ചൊന്നുമല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരെ നോക്കി കർത്താവ് ചിരിക്കുക. ഇയോടി അറിയിച്ചനാന്നോ? അറിയിച്ചന്റെ ശബ്ദം പോലെ ആണല്ലോ. പറീച്ചനെ നോക്കിയും കർത്താവ് വളഞ്ഞു നടിക്കുക. ആദ്യം ഒരുത്തൻ അടിക്കാൻ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം വരുന്നവൻ സകല ജാതികളും കൂടെ
ചേർന്ന് വളഞ്ഞു. ഇപ്പത്തേടെ തേനീച്ച പോലെ ചുറ്റി വളഞ്ഞു. അപ്പൊ ഇങ്ങനെല്ലാം അടിയും. ഈ തേനീച്ച വരുന്നത് ഉമ്മ വെക്കാൻ വരിക അല്ലല്ലോ, നല്ല കുത്താ കുത്തിയത്. കുത്തെന്ന് പറഞ്ഞാൽ മുന്നിൽ കൂടെയും കുത്ത്, പുറകിൽ കൂടെയും കുത്ത്. ഞങ്ങളുടെ കരിപ്പുഴയിലെ അമ്മാമ്മ പറയാമല്ലേ, എൻ്റെ മോനെ എനിക്ക് മേളിൽ നിന്നും കീഴിൽ നിന്നും സൈഡിൽ നിന്നും താഴെ നിന്നും എല്ലാം നല്ല കുത്താ. അപ്പൊ ഈ കുത്തെല്ലാം കൂടെ തേനീച്ച വന്നേ. അപ്പൊ ഇങ്ങനെ ഈ അടി, വളഞ്ഞിട്ടുള്ള അടി, ഒറ്റയ്ക്കുള്ള അടി, വളഞ്ഞിട്ടുള്ള അടി, കൂട്ടമായിട്ടുള്ള അടി, പിന്നെ ഗ്രൂപ്പ് ചേർന്നുള്ള അടി, കൂട്ട അടിയാ. അടിച്ചപ്പോ ഇവനെല്ലാം കൂടെ ചിന്തിച്ചത് ചത്തുപോയടാ. ഈ സഭ ദൈവത്തിന്റെ, സഭ ദൈവത്തിൻ്റെതാ. അപ്പൊ ഈ കൂട്ടയടി ഇങ്ങനെ അടി കടന്നപ്പോ ഓർത്തത് ചത്തെന്ന. അങ്ങനെ ചത്ത് തീർന്നു എന്ന് പറഞ്ഞപ്പം സങ്കീർത്തനക്കാരൻ പറഞ്ഞത് തന്നെതാ. ഇന്ന് രാത്രി നീ വിശ്വാസത്തോടെ പറയണം, എന്നെ അടിച്ചു, വളഞ്ഞടിച്ചു, വട്ടമിട്ടടിച്ചു, കൂട്ടമായിട്ടടിച്ചു, യാതുകളടിച്ചു, കൂട്ടം അടിക്കുക, പക്ഷെ ഞാൻ മരിക്കത്തില്ല. ഞാൻ ജീവനോടെ ഇരുന്ന് മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനറിയുവ എന്നരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരികിൽ നിന്നതും. ഓ ഇരുളിലായ ദുരിതമോടെ, ഇരുളിലായ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ട അരുമനാഥനെ അൻപിതോ യേശുനായക അന്നിതോ ഏഴയ്ക്കായി നിൻ ജീവനേ. അപ്പൊ ഈ കൂട്ടയടി മൊത്തം നടക്കുന്നത് നീതിയുടെ വാതിൽ തുറന്നു കിട്ടാൻ. സ്തോത്രം. നാമ വചനത്തിലങ്ങ് ബലപ്പെട്ടാൽ മതി. സ്തോത്രം. വചനത്തിലങ്ങ് ഇപ്പൊ അടി നടക്കുമ്പം ഒന്നും മിണ്ടരുത്, ഇരിക്കുക. അടി കൊള്ളുക, തടയണ്ട, മേടിക്കുക, എന്നിട്ട് സ്തോത്രം ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പറയണം, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്. നാവിന്മേൽ ആ ജീവനും മരണവും. ആ നാവ് കൊണ്ട് പറയണം, ഞാൻ മരിക്കത്തില്ല. ഈ അടി നടക്കുന്നത് എന്നെ പൊന്നു പോലെ പുറത്തിറക്കാനാ. ഈ അടി ആമൻ നശിപ്പിക്കാനല്ല. ദൈവം എന്നെ ശിക്ഷിച്ചതാ. ദൈവവും കൂടെ എന്നെ അറിഞ്ഞുകൊണ്ടാ ഇത് വരുന്നത്. ഇത് യഹോവയാൽ സംഭവിച്ച കാര്യമാ. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാ. ഇത് കഴിയുമ്പോൾ നീതിയുടെ വാതിൽ ദൈവം തുറക്കും. ഈ തിരുവെടുത്ത് ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് പരിശോധിച്ചാൽ യഹോവയാൽ സംഭവിച്ച ചില കാര്യമുണ്ട്. നമുക്കത് അറിയത്തില്ല. നമ്മൾ ഈ സാഹചര്യങ്ങള് നോക്കിയാ വിലയിരുത്തുന്നത്. പക്ഷെ അല്ലല്ല, യഹോവയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. തെളിവിനെ ഒരു വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ 50 വാക്യം ഒന്ന് വായിച്ച. ഉൽപ്പത്തി 24:50. ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ. ഇവിടെ ലാബാനും ബെഥുവേലും കൂടെ പറയുകയാ, ഈയിടെ കാര്യം യഹോവയാൽ വരുന്നതാ. ഏത് കാര്യാ? ആര് പറഞ്ഞു? അയ്യോ, ഇസഹാക്കിന്റെ കല്യാണമാണ്. കല്യാണ കേസാ. എൻ്റെ ഭാഷ, എൻ്റെ കല്യാണം ഒന്നും യഹോവയാ വന്നതല്ല. എന്നെ ഷാജ് ചുറ്റിച്ച് കൊണ്ടാ വീട്ടിൽ മിണ്ടുകയല്ല. എത്രയോ നല്ല ആലോചന വന്നതാ. എന്നാൽ ഈ പറവ് കോള് വന്ന് കയറി എന്നെ ചുറ്റിച്ചുകൊണ്ട്, ഇനിയിപ്പം കഴിച്ചിട്ടിറക്കാനും മേല. പിന്നെ ഇപ്പം ഇച്ചിരി ആശ്വാസം. ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരു ആശ്വാസം. മിണ്ടുന്നില്ലല്ലോ ആരും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഡൗട്ട് അടിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അപ്പൊ ഇത് യഹോവയാൽ വരിക ഈ കാര്യം. അബ്രഹാം വയസ്സ് എന്ന് വൃദ്ധനായി. അപ്പോൾ അബ്രഹാമിന് മകൻ ഇസ്ഹാക്ക് തന്റെ ഭൃത്യനെ വിളിച്ചേച്ച് പറഞ്ഞു,
ചെറുക്കന് പെണ്ണ് വേണം, അവന് പ്രായമായി. പിള്ളേര് പ്രായമായാൽ അവർക്ക് വിവാഹം നടത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയും കൂടാ. ചിലത് ശ്രദ്ധിക്കാറേ ഇല്ല. പിള്ളേര് 2-3 പേരുണ്ട്. എന്തുവായി പ്രായം? മൂത്തതിന് പ്രായം ഇച്ചിരി കഴിഞ്ഞു, എന്നാലും എന്തായി? 53 വയസ്സ്. പണ്ടൊരുത്തനെ ഒരു സാധനം മേടിക്കുന്ന കാര്യം അവൻ പറഞ്ഞപ്പോൾ അതിന് ചോദിച്ച് എത്ര രൂപയാണ്? അവൻ പറഞ്ഞ് 2000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തും വേണ്ട പൈസ ഉണ്ട്? എൻ്റെ അല്പം കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അല്പം കുറവ്. അപ്പോൾ ചോദിച്ചു, എത്രയാണ് അല്പം കുറവ്? എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്, ബാക്കി ഒരു അല്പം. ഇതിൻ്റെ 2000 രൂപയാണ്. അപ്പോൾ ഇവൻ്റെ ആകെ 100 ഉള്ളൂ. അവൻ്റെ പ്രയോഗം ഒരു അല്പം കുറവുണ്ട്. അല്പം കുറവാകുള്ള 1900 രൂപ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മക്കൾ പ്രായമാകുമ്പോൾ അവർക്കൊരു കുടുംബജീവിതം ആവശ്യമാണ്. അത് അബ്രഹാമിന് ബോധ്യപ്പെടണം. മാതാപിതാക്കൾ അങ്ങനെ ബോധ്യപ്പെടണം. ദൈവം നടത്തിക്കോളും. ദൈവം നടത്തുകയല്ല, ദൈവം അവർ രണ്ടുപേരുടെ ഓടിപ്പോയി എവിടോട്ടേലും. അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പോയ ഒത്തിരി കേസും എനിക്കും അറിയാം. ദൈവം നടത്തുമെന്നും പറഞ്ഞിരുന്ന അവസാനം അവർ ഓട്ടോയിൽ കയറി. എന്നാലും ഇവിടെ കൊടുവാളത്തുണ്ട്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വീട്ടിൽ കേറ്റുകയല്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ എടുത്തോണ്ട് ഇതാരുടെയാ? അവിടെ ഓടിപ്പോയ അവിടെ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ അതോ ദൈവത്തിന്റെ മഹത്വം? അബ്രഹാമിന് ഇസഹാക്കിന് വിവാഹം നടക്കണം. ഞാൻ വിവരിക്കുന്നില്ല, പൃഥ്വിനെ പറഞ്ഞു വിട്ടു. ഇല്ല, ഇവിടുന്നെങ്ങും പെണ്ണ് എടുക്കരുത്. ഈ പ്രമാണമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്ന് പെണ്ണിനെ എടുക്കരുത്. അതിൻ്റെ നാട്ടിൽ ചെല്ലണം. അങ്ങനെ പൃഥ്വൻ, ഈ ചിലർ പറഞ്ഞ എലയാസർ പോയെന്നാ ചിലർ പറയുന്നത്. എന്നാൽ ശരിക്കും പഠിച്ചാൽ എലയാസർ ആകാൻ സാധ്യത ഇല്ലെന്നാണ്. കാരണം എലയാസറിന് ആ സമയത്ത് നല്ല പ്രായമായി. എലയാസർ പോകാൻ സാധ്യത കുറവാണെന്നാ. കാരണം ഇത് നല്ല കിലോമീറ്റർ യാത്ര ചെയ്യണം. അപ്പം ഇത് തർക്കിക്കേണ്ട, തർക്കത്തിനുള്ള സമയമല്ലല്ലോ. വേറെ ഇപ്പം തർക്കത്തിൽ കിടക്കുക. അതിനിടയ്ക്ക് നമുക്ക് ഇത് കയറി തർക്കിക്കണ്ട. അപ്പോൾ ഈ പൃഥ്വൻ യാത്ര ചെയ്ത് പതനാരാമിൽ അങ്ങ് അടുക്കാറായപ്പോൾ താൻ ദൈവസന്നിധിയിൽ ഒരു വിഷയം പ്രാർത്ഥിച്ചേൽപ്പിച്ച്, കർത്താവേ, ഞാൻ അവിടെ ചെല്ലും, കിണറ്റങ്കരയെ ചെല്ലും. 10 ഒട്ടകവും അതിൻ്റെ സാധന സാമഗ്രികളുമായിട്ടാണ് പോകുന്നത്. ഞാനവിടെ ചെല്ലുമ്പോൾ കിണറ്റങ്കരയെ വെള്ളം കോരാൻ പെൺകുട്ടികൾ വരും. അപ്പോൾ ആദ്യം വരുന്ന പെൺകുട്ടിയോട് ഞാൻ ചോദിക്കും, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം. അപ്പോൾ അവൾ എന്നോട് പറയണം, നിനക്കും വെള്ളം തരാം, നിന്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ കോരി കൊടുക്കും. അങ്ങനെ ഏതായാലും ഒരു പെൺകുട്ടി പറഞ്ഞാൽ അവളായിരിക്കും എൻ്റെ യജമാനനാകുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന് നിയോഗിക്കപ്പെട്ട വധു. സൂക്ഷം ഈ പൃഥ്വൻ കിടത്തങ്കര ചെന്നപ്പോൾ റിബേക്ക വെള്ളം കോരാൻ വരിക. അപ്പൊ എൻ്റെ ഭാവനയും കൂടെ ചേർത്ത് പറയാ. അവള് ആ കൊടവും പിടിച്ചുകൊണ്ട് വരുന്ന നടപ്പ് കണ്ടപ്പോൾ തന്നെ പൃഥ്വിന് ബോധിച്ചു, എടാ ഇച്ചിരി അച്ചടക്കവും ഒതുക്കവും ഉള്ള പെങ്കൊച്ചാന്നല്ലോ. ഈ നടത്തവും പോക്കും ആ രീതിയും കാണുമ്പം എല്ലാം അറിയത്തില്ലെങ്കിൽ ഏറെക്കുറെ ചിലർക്ക് ബോധ്യപ്പെടും, അച്ചടക്കമുള്ള കൊച്ചാന്നല്ലോ. അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, കുഞ്ഞെ കുടിക്കാൻ അല്പം? പറഞ്ഞു, നിനക്കും തരാം, നിന്റെ ഒട്ടകത്തിനും. അതിന്റെ കാരണം ഇത് യഹോവയാ വരുന്നെന്ന് പറയാൻ കാര്യം, ഒട്ടകത്തിന്റെ എണ്ണം ചോദിച്ചിട്ടല്ല ഒട്ടകത്തിന് കൊടുക്കാന്ന് റിബേക്ക പറഞ്ഞത്. അച്ഛാ എത്ര ഒട്ടകമുണ്ട്? ഒട്ടകത്തിന്റെ എണ്ണം അനുസരിച്ച് അതൊന്നും അവിടെ ചോദിച്ചില്ല. ഒട്ടകത്തിന്റെ എണ്ണം നേരത്തെ ചോദിച്ചിട്ടല്ല എന്ന് പറഞ്ഞ ഇവള് സമർപ്പണത്തോടും നല്ല പ്രതിഷ്ഠയോടും നല്ല മനസ്സോടും ജീവിക്കുന്നവളാണ്. 10 ഒട്ടകവുമായിട്ടാ പൃഥ്വിനെ കൂട്ടി. ഒട്ടകമാണ് മരുഭൂമി കൂടി യാത്ര ചെയ്ത് ആകെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. എന്തും വേണ്ട വെള്ളമാ കുടിക്കുന്ന ഒട്ടകം. എത്ര ലിറ്ററാ? ആയിക്കോട്ടെ, ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കുന്നതാ ഒട്ടകം. അത് 10 ഒട്ടകമാ.
ഈ കാര്യം പറഞ്ഞപ്പോഴേ പ്രത്യേകം വെടി കിട്ടി. ഈ പെണ്ണിനെ ഇവിടെ വീട്ടിൽ കൊണ്ടു ചെന്നാൽ വല്യപ്പൻ വെള്ളം കുടിച്ചാകും. മനസ്സിലായില്ല? അബ്രഹാമിന്റെ ഭാര്യ സാറായി ഉൽപ്പത്തി 23 മരിച്ചല്ലോ. ഇസഹാക്കിന്റെ അമ്മ മരിച്ചെന്ന് ഉൽപ്പത്തി 23 24 കല്യാണം നടക്കുന്നത്. അപ്പൊ അബ്രഹാം, എന്റെ ഭാഷ പറയാ, ഭാര്യയില്ലാതെ വെമ്പളയില്ലാതെ ജീവിക്കുക. പ്രായമായി. വൃത്തിയൻ ഇവളോട് ചോദിച്ചു കുടിക്കാൻ വെള്ളം തരുവോ? അവിടെ ഡയലോഗാ, നിനക്കും തരാൻ നിന്റെ ഒട്ടകത്തിനും അന്നേരം വേണ്ടുവോളം. അതാ വേണ്ടുവോളം. അന്നേരമേ ഭൃത്യന് മനസ്സിലായി, ഇപ്പൊ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയാൽ എന്റെ യജമാനനാകുന്ന അബ്രഹാം വെള്ളം കുടിച്ചാകും. വെള്ളം കുടിപ്പിച്ചാകുമെന്നല്ല, വെള്ളം കുടിപ്പിച്ച് കൊല്ലരുത്, വെള്ളം കൊടുത്തേ പോകാം. ഇത് വെള്ളം കൊടുക്കുകയല്ല, വെള്ളം കുടിപ്പിക്കുക. അവന് മുങ്ങി താഴുക. സ്തോത്രം. മുങ്ങി സ്തോത്രം. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഓണക്കളിക്കൊക്കെ പല പാട്ട് പാടും. ഞാനും പോകും. പാട്ട് പാടുമ്പില്ല ഓലടിക്കൊക്കെ പാടുന്നതാണ്. തന്നാളി വീട്ടിനൊക്കെ മുങ്ങിപ്പൊങ്ങിയപ്പോളൊരു താമര കണ്ടല്ലോ തിത്തയ്യ. അപ്പം അതിനകത്തെ നാടൻ പാട്ടാണ്. ആ പാട്ട് പാടിയാ നിങ്ങൾ പറയോ ഭാഷേ അനാവശ്യമൊക്കെയാണ് ഇപ്പം പാടുന്നത്. കൃപ പോയല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകം മനസ്സിലായി. ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടു ചെന്നാൽ എന്റെ യജമാനനാകുന്ന അബ്രഹാം വെള്ളം കുടിച്ചും ചാകും, ആഹാരം കഴിച്ചും ചാകും. നല്ല മനസ്സുള്ള മരുമകളാണ്. അല്ലാതെ വന്നു കഴിഞ്ഞ് അപ്പനും വെള്ളം കൊടുക്കുകയില്ല, അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയില്ല, വീട്ടിലാരും വന്നാൽ അവർക്കും കൊടുക്കുകയില്ല, തന്നെ വെള്ളം കുടിച്ചിരുന്ന് അങ്ങനെ ഒരു ജീവിതമല്ല. സ്തോത്രം. അപ്പം പാട്ടിനകത്തുണ്ട് ഒടുവിലൊരു പ്രയോഗമാണ്. അത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുകയില്ല, എന്നാലും ഞാനങ്ങ് പാടാം. അല്ല ഇപ്പം രക്ഷയില്ല. ഇങ്ങനെ ഞാനൊരു വന്നപ്പുറത്തേക്ക് പോയിട്ടുമില്ലേ തിത്തയ്യ. ഇപ്പം ഞാൻ പാടുന്നില്ല, പിന്നീട് എനിക്ക് പാടാം. എന്നാൽ പ്രത്യേകം മനസ്സിലായി, ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാൽ അബ്രഹാമിന് വെള്ളം കിട്ടും. ഞാൻ ഇനി ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ഇവള് വരികയും വെള്ളം കോരി കൊടുക്കുകയും ചോദിച്ചു, വീട്ടിൽ പാർപ്പാൻ ഇടമുണ്ട്, നിന്റെ ഒട്ടകത്തിന് വൈക്കോലും അവിടെ ഉണ്ട്, അവിടെ സ്ഥലമുണ്ടെന്ന്. അങ്ങനെ പ്രത്യേകം അവിടെ ചെന്നു. ഇവക്ക് ആടയാഭരണങ്ങൾ കൊടുത്തു. അവൾ ചെന്ന് വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞു. അവിടെ ആങ്ങളെ ലാബാനും അതുപോലെ തന്നെ അപ്പൻ ബെഥൂവേലും എല്ലാം കൂടെ വന്ന് കണ്ട് പറയുന്ന പദമുണ്ട്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്തു നിൽക്കുന്നു, അകത്തോട്ട് കയറി വാ. കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞ് യജമാനന്റെ വർണ്ണനകളും യജമാനന്റെ മകൻ ഇസഹാക്കിന്റെ വർണ്ണനകളൊക്കെ അങ്ങോട്ട് വിവരിച്ചു. ഇതെല്ലാം പറഞ്ഞപ്പോൾ ബെഥൂവേലും ലാബാനും കൂടെ പറയുന്ന ഭാഗമാ, ഇത് യഹോവയാൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അപ്പോൾ യഹോവയാൽ സംഭവിച്ച കാര്യം ഒന്ന്, ഇസഹാക്കിന്റെ കല്യാണം, അത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ. സ്തോത്രം, സ്തോത്രം. അഗീതവേലിന്റെ നല്ല ആലോചന എന്നാ എഴുതിയേക്കുന്നത്, അങ്ങനല്ലേ? പക്ഷേ അത് വ്യർത്ഥമാക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. സ്തോത്രം, സ്തോത്രം. ആരായി അഗീഥോഫേൽ? എന്താ ഇവിടുത്തെ വിഷയം? തിരുവനന്തപുരത്ത് പഠിക്കുന്നവർക്കറിയാം ഇവിടുത്തെ വിഷയം കസേരകളിയാ വിഷയം. ദാവീദ് ഒരു കസേരയിൽ ഇരിക്കുന്നു. ആ കസേര അബ്ശാലോമിന് വേണം. ദാവീദിന്റെ ശിരസിൽ ഒരു കിരീടം ഇരിക്കുന്നു. ആ കിരീടം അബ്ശാലോമിന്റെ ശിരസിൽ. ദാവീദിന്റെ കയ്യിൽ ഒരു ചെങ്കോൽ ഇരിക്കുന്നു. ആ കോല് അബ്ശാലോമിന്റെ കയ്യിൽ. അബ്ശാലോമിന്
അധികാരമോഹം അകത്ത് കയറി. അധികാരമോഹം എവിടെ ചെന്നാലും ഇപ്പൊ അധികാരമോഹമാണ്. ദാവീദ് ആ കസേരയിൽ ഇരിക്കുന്ന കാണുമ്പോ എല്ലാം പുള്ളിക്ക് അങ്ങ് അസ്വസ്ഥതയാ. ഇല്ല, ഹാമാൻ അങ്ങനെ ആയിരുന്നല്ലോ. മൊർദെഖായി പടിവാതിൽ കിടന്ന് ഇയാളങ്ങോട്ട് പോകുമ്പോ എല്ലാരും അത് കാണുമ്പോ പുള്ളിക്ക് അസ്വസ്ഥതയാണ്. ഇന്നാളൊരാള് എന്നോട് പറഞ്ഞ്, ഇല്ല, കസേര ഇരിക്കുന്നതായിട്ട് മാതാമൃതാനന്ദമയ്യെ പോലാണ്. ഞാനിങ്ങനെ ഇരിക്കുന്ന കാണുന്നത് തന്നെ അങ്ങ് അതാ. എങ്ങനെയും ഈ കസേര നിന്ന് നിങ്ങളെല്ലാം പോയാലും ഞാൻ പാഠം കൊടുത്ത് തന്നെ ഇവിടെ ഇരിക്കും. സ്തോത്രം, സ്തോത്രം. നീ ഇവിടെ ഇരുത്തുകയില്ലെങ്കിൽ ഈ കസേരയാട്ടി ഞാൻ വീട്ടിൽ പോയി പകൽ അന്ത്യോളം ഇങ്ങനെ ഇരിക്കും. ചുമ്മാ ഇരിക്കല്ല, ഇരുന്നോണ്ട് പ്രാർത്ഥിക്കും. നിങ്ങളോർക്ക് ഞാൻ അതിനകത്തിരുന്ന് ഗുരുക്കൊപ്പിക്കാന്ന് ഇവിടെ ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കും. അപ്പൊ ഈ കസേര അബ്ശാലോമിന് വേണം. അതിന് അബ്ശാലോം സൂത്രങ്ങളും തന്ത്രങ്ങളും. ഈ അഗീതോബേൽ ആരാന്ന് ഒന്ന് ചിന്തിച്ചോ. ഒന്ന്, അഗീതോബേൽ ദാവീദിന്റെ സ്വന്തം മന്ത്രിയാ. അഗീതോബേൽ ദാവീദിന്റെ സന്തത സഹചാരിയായിട്ട് നിൽക്കുന്നയാളാണല്ലോ മന്ത്രി. എവിടെ പോയാലും മന്ത്രിയാണല്ലോ കൂടെ. മന്ത്രി അറിയാതെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകത്തില്ലല്ലോ. മന്ത്രിയോട് ആലോചിക്കാതെ രാജാവ് ഒരു കാര്യത്തിന് മുതിരുകയല്ലോ. സ്തോത്രം. അപ്പൊ അഗീതോബേൽ ദാവീദ് രാജാവിന്റെ കൂടെ നിന്ന് ദാവീദിന്റെ മന്ത്രിയാണ്. ദാവീദിന്റെ സകല നീക്കങ്ങളും അഗീതോബേലിന് അറിയാം. ഇന്ന് എവിടാ പ്രോഗ്രാം, ഇന്ന് ഏത് റൂട്ടിലാ, ഇന്ന് ഏത് വണ്ടിയല്ല ദാവീദ് പോകുന്നേ, പകലെവിടാ ശുശ്രൂഷ, വൈകിട്ട് എവിടാ ദാവീദിന്റെ പ്രോഗ്രാം, ഇതെല്ലാം അഗീതോബേലിന് അറിയാം. സ്വന്തം മന്ത്രിയാ. ആ മന്ത്രിയായി ഇപ്പൊ നേരെ കടകവിരുദ്ധം തിരിഞ്ഞ് ആലോചന പറഞ്ഞു കൊടുക്കുക. ഞായറാഴ്ച പറയാനിരിക്കുക. ഞായറാഴ്ച ദൈവം അനുവദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒക്കുള്ളൂ കേട്ടോ, ദൈവം അനുവദിച്ചാലേ ഒക്കുള്ളൂ. അപ്പൊ ഒന്ന്, അഗീതോബേൽ ദാവീദിന്റെ സ്വന്തം മന്ത്രി. അപ്പൊ ഒന്ന്, ദാവീദിന്റെ സ്വന്തം മന്ത്രി. ഇപ്പം വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ അക്കാലത്ത് അഗീതോബേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട്, അരുളപ്പാടല്ല, അരുളപ്പാട് പോലെ. അങ്ങനെ തോന്നും. ഈ അരുളപ്പാട് പോലെ പറയാൻ കഴിവുള്ളവരുണ്ട് ഇല്ലേ? അരുളപ്പാടല്ല, പക്ഷെ ഈ വിവേചിക്കാൻ കഴിവില്ലാത്തടുത്ത് കേൾക്കുമ്പോൾ അയ്യോ ഇത് പിന്നെ അങ്ങനെ പറയും. യോ സാവുച്ചാൻ എൻ്റെ ചങ്കല്ലേ, അമ്മാമ എൻ്റെ കരള, അച്ഛാനല്ലയോ എൻ്റെ, അച്ഛൻ എൻ്റെ ചങ്കില. ബോധമില്ലാത്ത അച്ഛനാന്ന് അച്ഛൻ്റെ ഞാൻ കൂടെ പറിച്ച് അന്നാ ഇച്ഛൻ കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയും. സ്തോത്രം. ദാവീദിന്റെ സ്വന്തം മന്ത്രി അഗീതോബേൽ. രണ്ട്, അക്കാലത്ത് അഗീതോബേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ. അബ്ശാലോമിനും ദാവീദിനും അത് അങ്ങനെ തന്നെ ആയി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കുടുംബത്തിന്റെ ഉപദേഷ്ടാവായിരുന്നു അഗീതോബേൽ. എന്ന് പറഞ്ഞാൽ ദാവീദിനെ പല വിഷയത്തിലും അഡ്വൈസ് ചെയ്യുന്നത് അഗീതോബേല. അത് അബ്ശാലോമിനും ദാവീദിനും ഇഷ്ടവുമാണ്. അങ്ങനെ കൊണ്ടു നടന്നതാ അഗീതോബേലിനെ. ഇപ്പൊ അവനാ ദാവീദിന് വിരോധമായിട്ട് ആലോചന പറഞ്ഞേക്കുന്നത്.
നമ്മൾ വായിച്ച വാക്യം മറക്കരുത്. ഞായറാഴ്ച പറയാം വായിച്ച വാക്യം ഇങ്ങനെ. സ്തോത്രം. അഗീദോബലിന്റെ ആ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചു. ഹിതമല്ല, നമ്മുടെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ദുരാലോചനകളെ വ്യർത്ഥമാക്കുവാൻ കഴിവുള്ള ഒരുവൻ നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിച്ചാട്ടെ. ഇത് യഹോവയാൽ സംഭവിച്ചു. ഏതാ? അഗീദോബലിന്റെ ആലോചന വ്യർത്ഥമാക്കുന്ന വിഷയം ദൈവത്താൽ സംഭവിച്ചതാണ്. ഇന്ന് രാത്രി നമ്മുടെ വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ കൊടുത്താട്ടെ. മനോഭാരത്തോടെ വന്നവർ കാണും, വിഷയത്തിന് നടുവിൽ ഞരക്കത്തോടെ വന്നവർ കാണും. ദൂരത്തിരുന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പലരും മനോദുഃഖത്തോടെ വിഷമസന്ധിയിലിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഭാരമേറിയ വിഷയം ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ കൊടുക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.